നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മാനേറ്റസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നമുക്കറിയാലോ 10-25 വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉള്ളു. നമ്മുടെ ഗ്രൂപ്പുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മെസ്സേജ് ഷെയർ ചെയ്യുന്നത് യുകെ ഗവൺമെൻറ് ഒരു വെബ്സൈറ്റിൻ്റെ പേജാണ്. ആ വെബ്സൈറ്റിൻ്റെ പേജ് ഷെയർ ചെയ്തിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ യുകെയിലെ ഡിപ്പെൻഡൻറ്റ് വിസ നിയമങ്ങളിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതായത് നൈജീരിയയിലുള്ള ചില അഡ്വക്കേറ്റ്സ് യുകെയിലെ ഡിപ്പെൻഡൻറ്റ് വിസ നിയമങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് യുകെ ഗവൺമെൻറ് കെയർ വിസയുടെയും സീനിയർ കെയർ വിസയിലും വരുന്നവരുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നുള്ള രീതിയിലാണ് ഒരു പേജ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആ പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് യുകെ ഗവൺമെൻറ് വെബ്സൈറ്റ് ആണ്. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്: ക്രെഡിറ്റ് ടു നൈജീരിയൻ ബ്രിട്ടീഷ് ലോയേഴ്സ് ആൻഡ് ഫെലോ ഹൗസ് ഓഫ് കോമൺ ലോ മേക്കേഴ്സ് ഹു സ്റ്റിഡ് ദർ ഗ്രൗണ്ട് അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ് വിത്ത് അതേഴ്സ്. അതായത് യുകെയിൽ നമുക്കിപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിൽ കെയറോ സീനിയർ കെയറോ ആയിട്ട് വരുന്നവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് നിയമം. അതിനെതിരെയാണ് ഇവർ സമരം ചെയ്തിരിക്കുന്നതെന്നും ആ സമരത്തിൽ അവർ വിജയം നേടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാമല്ലോ, യുകെയിലെ മറ്റ് വിഭാഗങ്ങളിലെല്ലാം തന്നെ ഇവിടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഡിപ്പെൻഡിനെ കൊണ്ടുവരാൻ സാധിക്കാത്ത രണ്ട് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സീനിയർ കെയർ 6136, അതല്ലെങ്കിൽ കെയർ വർക്കേഴ്സ് 6135. ഈ രണ്ട് കാറ്റഗറിയിൽ മാത്രമാണ് യുകെയിലേക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കാത്തത്. ബാക്കി എല്ലാ കാറ്റഗറിയിലും യുകെയിലേക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അന്നേരം അതിനെതിരെ ഇവർ സമരം നടത്തി വിജയിച്ചു എന്നുള്ള രീതിയിലാണ് ഒരു പേജ് ഷെയർ ചെയ്യപ്പെടുന്നത്. ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്. അന്നേരം അതിനൊരു ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസം വരെ യുകെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നിയമമാറ്റവും വന്നിട്ടില്ല. ഏതോ ആൾക്കാർ അത് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു 4 മാസം മുമ്പ് ഇത് ഷെയർ ചെയ്തിരുന്നു. അന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അന്നേരം ഇങ്ങനെ ഒരു നിയമമാറ്റവും ഇതുവരെ യുകെയിൽ വന്നിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഏജൻറ്റുമാർ ഈ ലിങ്കൊക്കെ അയച്ചു തരികയാണെങ്കിൽ അവർ നിങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ പൈസയും കൊണ്ട് പോകാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഓർത്തുകൊള്ളുക, അങ്ങനെ ഒരു നിയമമാറ്റവും യുകെയിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പല ഏജൻറ്റുമാരും പറയുന്നു, നിങ്ങൾക്ക് 6131 മേടിച്ച് തരാം, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം, 15 ലക്ഷം രൂപയൊക്കെ ആണെന്ന് പറയുന്നു. വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൊണ്ട് പൈസ കൊടുക്കാൻ. കാരണം യുകെയിലെ NHS സപ്പോർട്ട് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് നോർമലി അവർ വിദേശത്ത് നിന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്താറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി 15-20 ലക്ഷം രൂപയ്ക്ക് കൊടുത്താലും ആ ഏജൻറ്റിന് കൊടുത്താലും നിങ്ങൾക്ക് യുകെയിലേക്ക് വരാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആരും 6131 അല്ലെങ്കിൽ നിങ്ങൾ യുകെയിലേക്ക് കെയറോ സീനിയർ കെയറോ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കാവുന്ന ഒരു വിസ തരുവാണെന്ന് പറയുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം പൈസ കൊടുക്കാൻ. വളരെ കെയർഫുൾ ആയിരിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലും ജോയിൻ ചെയ്യുക. രണ്ടാമത്തെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്ററിൽ വന്നൊരു ന്യൂസാണ്. മലയാളിയായ ഒരു കെയർ വർക്കർ ഒരു ആക്സിഡൻറ്റിൽ പെട്ടതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അതായത് സ്വന്തം കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു സൈക്കിൾ യാത്രക്കാരിയെ ഇടിച്ചിടുകയും ആ വണ്ടി നിർത്താതെ തന്നെ ഓടിച്ചു പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാമല്ലോ, നമുക്ക് യുകെയിലല്ല വേൾഡിൽ എവിടെയായാലും നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റിയാൽ നമ്മൾ മനുഷ്യത്വപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി നിർത്തി അവരെ രക്ഷിക്കാൻ ഒക്കുമോ എന്നുള്ള ശ്രമമാണ് നടത്തേണ്ടത്. പലപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പേടിച്ച് നമ്മൾ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തും. എനിക്ക് തോന്നുന്നത് ഇവിടെയും അങ്ങനെ ഒരു ശ്രമമാണ് നടത്തിയത്. ഇപ്പോൾ പറഞ്ഞ അറിവ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വണ്ടി ഓടിച്ച ആ വ്യക്തിക്ക്, അത് ഗൾഫിൽ നിന്ന് യുകെയിലേക്ക് എത്തിയ വ്യക്തിയാണെന്നാണ് പറയുന്നത്, ആ വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇൻഷുറൻസും വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാമല്ലോ, യുകെയിലെ പല സാഹചര്യങ്ങളും കൊണ്ട് ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ യുകെയിൽ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളിനി എത്ര രൂപ ഇൻഷുറൻസ് അടച്ചാലും ആ ഇൻഷുറൻസ് ഇൻവാലിഡാണ്. യുകെയുടെ നിയമം അനുസരിച്ച് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ലൈസൻസ് വാലിഡ് അല്ലെങ്കിൽ നമുക്ക് ആ ഇൻഷുറൻസും വാലിഡ് അല്ലാതാകും. പ്രത്യേകിച്ച് നമ്മളൊരു ആക്സിഡൻറ്റിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഫ്യൂച്ചറിലെ വിസ ആപ്ലിക്കേഷൻ ഒന്നും സക്സസ് ആകുകയില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ മാസമാണ് ലൈസൻസ് കിട്ടിയ ആദ്യത്തെ ദിവസം തന്നെ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്ത് ഒരു വൃദ്ധനെ ഇടിച്ച് തെറിപ്പിച്ച ഒരു പയ്യന്, മലയാളി പയ്യന് 6 വർഷത്തെ ജയിൽ ശിക്ഷ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീട്ടമ്മയ്ക്ക് എന്താണ് ശിക്ഷ വരുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേട്ട അനുസരിച്ച് നോക്കുമ്പോൾ കൊച്ചു കുട്ടികളുള്ള ഒരു വീട്ടമ്മയാണെന്നാണ് പറയുന്നത്. അന്നേരം ജോലി സ്ഥലത്ത് എത്താനുള്ള വെപ്രാളത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ന്യൂസുകളൊന്നും ഇവിടുത്തെ മേജർ പത്രങ്ങളിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. അന്നേരം അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അന്നേരം ഒരു കാര്യം ശ്രദ്ധിക്കുക, എനിക്കറിയാം പലർക്കും സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾക്ക് പലരും കൂട്ടുനിൽക്കുന്നതെന്ന് അറിയാം. കാരണം ഇവിടെ വന്ന് നമുക്കറിയാമല്ലോ, യുകെയിൽ വന്ന് നമുക്ക് 1 വർഷം വരെ നമുക്ക് ഇന്ത്യയിലെ ലൈസൻസ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കാം. അതിന് ഒരു പ്രശ്നവുമില്ല. 1 വർഷം വരെ നമുക്ക് വണ്ടി ഓടിക്കാം. അതിന് നമുക്ക് ഇവിടെ ഇൻഷുറൻസും എല്ലാം കിട്ടും. പക്ഷേ ഈ 1 വർഷം കഴിഞ്ഞ് പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുകയില്ല.
അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും നിങ്ങളിനിയും ചിലപ്പം തൊട്ടടുത്തൊരു കടയിലോട്ട് പോകുമ്പോഴായിരിക്കും കഴിയുന്നതും നിങ്ങൾ അങ്ങനെ ലൈസൻസ് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. കാരണം നമ്മൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുകയോ അല്ലെങ്കിൽ നമ്മളെ പോലീസ് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ശിക്ഷ കിട്ടുന്നതാണ്. മിനിമം 6 പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ നമ്മളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. 6 പോയിൻറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ നമുക്ക് ഫസ്റ്റ് യു കെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം നമുക്ക് കിട്ടാവുന്ന പോയിൻറ്റ് 6 പോയിൻറ്റ്സ് ആണ്. നോർമലി നമുക്ക് 6 പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇൻവാലിഡ് ആകും. നമ്മൾ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ലൈസൻസ് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ 2 വർഷം കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് 12 പോയിൻറ്റ് വരെയാണുള്ളത്. ആ 12 പോയിൻറ്റിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് നഷ്ടമാകും. അന്നേരം ഇതിനകത്തുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈസൻസ് ഒക്കെ ഇല്ലാതെ വണ്ടി ഓടിച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻഷുറൻസ് തുകയൊക്കെ ക്രമാതീതമായിട്ട് കൂടും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾക്ക് കൂട്ടു നിൽക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ ഹോം ഓഫീസ് ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് യു കെയിൽ വന്ന ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ അവർ സ്കിൽഡ് വർക്കറിൽ നിൽക്കുന്ന ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസ് ആയിട്ട് യു കെയിൽ നിൽക്കുന്നവർക്ക് ഇവിടെ PR ലഭിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അന്നേരം അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു. 3000 പൗണ്ട് അടുപ്പിച്ച് ഒരാൾക്ക് അതിനുള്ള ചിലവ് വരുമായിരുന്നു. അന്നേരം യു കെ ഗവൺമെൻറ് ആ തീരുമാനം മാറ്റിയിരിക്കുകയാണ്. അതായത് യു കെയിൽ ഇപ്പോൾ നിങ്ങൾ സ്കിൽഡ് വർക്കറിൽ വന്നു, നിങ്ങൾ മരണപ്പെട്ടു, നിങ്ങളുടെ ഡിപ്പെൻഡൻസ് ആയിട്ട് യു കെയിലുള്ളവർക്ക് ഇവിടുത്തെ പൗരത്വം കിട്ടുന്നതിന് വേണ്ടി കൊടുക്കേണ്ട ആ ഫീസ് അവർ ഒഴിവാക്കിയിരിക്കുകയാണ്. ഒക്ടോബർ 9 തൊട്ടാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അന്നേരം നമുക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമുക്കറിയില്ല നമുക്ക് എപ്പോഴാണ് ഒരു പ്രശ്നങ്ങൾ വരികയെന്നുള്ളത്. കാരണം നമ്മുടെ ഇപ്പോൾ തന്നെ മലയാളികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള പല ഫാമിലികളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അന്നേരം അവർക്കൊരു സാമ്പത്തിക ബാധ്യതയെങ്കിലും ഒഴിവാകുന്ന രീതിയിലാണ് ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, യു കെയിൽ എല്ലാവരും തന്നെ വിസ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ BRP കാർഡുകളുടെ കാലാവധി ഈ ഡിസംബറോടുകൂടി അവസാനിക്കുകയാണ്. ഈ ഡിസംബറോടുകൂടി BRPയുടെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിദേശത്ത് യാത്ര ചെയ്തിട്ട് തിരിച്ച് യു കെയിലേക്ക് വരണമെങ്കിൽ നമുക്ക് വിസ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ നമുക്ക് BRP കാർഡ് കാണിച്ച് നമുക്ക് അവിടുന്ന് ട്രാവൽ ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം നമ്മുടെ BRPയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യു കെയിലുള്ള എല്ലാവരും തന്നെ വിസ എടുക്കേണ്ടതാണ്. അന്നേരം ആ വിസ എടുക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് ഞാൻ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അന്നേരം നിങ്ങൾ എല്ലാവരും തന്നെ വിസ എടുക്കുക. കാരണം നമ്മൾ ഇനി നാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ വിസയുടെ ഡീറ്റെയിൽസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അന്നേരം അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ വിസ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് 2026 വരെ വിസ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ BRP കാർഡിൽ 2024 ഡിസംബർ വരെ കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് ഇപ്പം ഡിസംബർ കഴിഞ്ഞ് നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണമെങ്കിൽ നമ്മളുടെ വിസ ഡോക്യുമെൻറ്റ്സ് അവരെ കാണിക്കണം. അതിലായിരിക്കും നമ്മളുടെ കറക്റ്റ് വാലിഡിറ്റിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളത്. അന്നേരം ഇത്രയുമാണ് യു കെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകൾ. ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ തത്സമയം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.